തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് ചേരുകയാണ്. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുന്നു UDF. അതേസമയം CPM എന്ത് ചെയ്യാൻ പോകുന്നു? ഭക്തർക്കൊപ്പം എന്ന നിലപാടിൽ ഒരു മാറ്റവുമില്ല, വിശ്വാസികൾക്കൊപ്പമാണ് എന്നുള്ള നിലപാടിൽ CPM ഉറച്ചു നിൽക്കുന്നു. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിന്നെ എന്ത് ചെയ്യും? അത് പിൻവലിക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ തൊട്ടു മുമ്പ് നടത്തിയ മാധ്യമങ്ങളോട് സംസാരിച്ച സംഭാഷണത്തിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നു. പക്ഷേ സംഗമവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ദേവസ്വം ബോർഡ്. മറ്റന്നാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ടെത്തി NSS ജനറൽ സെക്രട്ടറിയെ ക്ഷണിക്കാനും പോകുന്നു. ഡി ബിനോയ് ചേരുന്നു. ആഗോള അയ്യപ്പ സംഗമം ഒരു ആഗോള വിവാദമായിട്ട് മാറുകയാണല്ലോ ഡി ബിനോയ്. വളരെയധികം സങ്കീർണമായ നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് UDF എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഊഹിക്കാൻ പോലും കഴിയാത്തതാണ്. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ? ഉത്തരമില്ല. ആ ഉത്തരം എന്ന് പറയുന്നത് അതിന് പ്രസക്തിയില്ല. അതൊരു രാഷ്ട്രീയ സമ്മേളനമല്ലല്ലോ. രാഷ്ട്രീയ സമ്മേളനമാണ് എങ്കിൽ പ്രതിപക്ഷ നേതാവ് പോകേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ CPM-ന്റെ ഒരു രാഷ്ട്രീയ സമ്മേളനമാണെങ്കിൽ ഓക്കെ, പ്രതിപക്ഷ നേതാവിന് പോകേണ്ട ആവശ്യമില്ല, CPM-ന്റെ ആണ്. പക്ഷെ ഇതൊരു ആഗോള അയ്യപ്പ സംഗമമാണ്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് പറയുന്നത് അതൊരു രാഷ്ട്രീയ സമ്മേളനമല്ലല്ലോ പോകാൻ. രാഷ്ട്രീയ സമ്മേളനമാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പോകേണ്ടതുണ്ടോ? CPM-ന്റെ രാഷ്ട്രീയ സമ്മേളനമാണെങ്കിൽ ഇത് ആഗോള അയ്യപ്പ സംഗമമാണ് എന്ന് തിരിച്ചാരും ചോദിച്ചതായിട്ട് ഞാൻ കേട്ടില്ല. പക്ഷേ ഇതിൽ UDF എടുത്തിരിക്കുന്ന നിലപാട്, കൂട്ടായ്മയോടുകൂടി എടുത്തിരിക്കുന്ന നിലപാട് സൂക്ഷിച്ചാണ്, വളരെ സൂക്ഷിച്ച് കൃത്യതയോടുകൂടി എടുത്തൊരു നിലപാടാണ്. ഒരടി ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ വായിൽ നിന്ന് വരുന്നൊരു വാക്കിലൊരു വ്യത്യാസം വന്നാൽ കത്തിപ്പടരാവുന്ന ഒരു വിഷയവുമാണ്. അതുകൊണ്ട് മതം, വിശ്വാസം, ഭക്തി ഇതുമായി ചേർന്ന ഒന്ന്, സാമുദായികത, ഇതെല്ലാമായി ചേർന്ന ഒന്നിൽ CPM എടുക്കുന്ന നിലപാടിന് പ്രാധാന്യമുണ്ട്. UDF മൊത്തത്തിലെടുക്കുന്ന നിലപാടിൽ പ്രാധാന്യമുണ്ട്. UDF-നകത്ത് കോൺഗ്രസ് സവിശേഷമായി എടുക്കുന്ന നിലപാടിൽ പ്രാധാന്യമുണ്ട്. രമേശ് ചെന്നിത്തല എടുക്കുന്ന നിലപാടിൽ പ്രാധാന്യമുണ്ട്. VD സതീശൻ എടുക്കുന്ന നിലപാടിൽ പ്രാധാന്യമുണ്ട്. NSS-ഉം SNDP-യും എടുത്തിരിക്കുന്ന നിലപാടിൽ പ്രാധാന്യമുണ്ട്. ഏത് രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് ഡി ബിനോയ് ഈ ഓണക്കാലത്ത്? ഇത് സംബന്ധിച്ച അല്ലെങ്കിൽ അയ്യപ്പ സംഘവുമായി സംബന്ധിച്ച വിവാദം കത്തിക്കയറുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം UDF പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അവർ 3-4 ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഒന്ന്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് കൊണ്ടുവന്ന എല്ലാ വിശ്വാസങ്ങളും, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങൾ വിഘ്നം സംഭവിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ളത് ഒഴിവാക്കപ്പെടണം എന്ന ഒരു നിർദ്ദേശത്തോടു കൂടിയുള്ള ഒരു അഫിഡവിറ്റാണ് അന്ന് സുപ്രീം കോടതി നൽകിയത്. അത് പിൻവലിച്ചിട്ടാണ് LDF ലിംഗവിവേചനം ഭക്തിയുടെ കാര്യത്തിൽ പാടില്ല എന്നൊരു അഫിഡവിറ്റ് കൊടുത്തത്. അപ്പോൾ ഇവിടെയാണ് UDF ഒരു പിടിവള്ളിയായി ഈ അഫിഡവിറ്റിൽ കടിച്ചു തൂങ്ങിന്നിട്ടാണ് പറയുന്നത് കൃത്യമായും ഈ അഫിഡവിറ്റ് അല്ലെങ്കിൽ സർക്കാർ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാണോ ഇല്ലയോ എന്നുള്ളത്. ഒപ്പം നവോത്ഥാനത്തിന്റെ പേരിൽ അന്ന് നടത്തിയ നവോത്ഥാന മതിൽ അത് കെട്ടിപ്പടുത്ത് ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോയവർ എന്തിനാണ് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ഭക്തരുടെ സംഗമം സംഘടിപ്പിക്കുന്നത്? മൂന്നാമതൊരു മറ്റൊരു കാര്യം പറയുന്നത്, ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ LDF സർക്കാർ കഴിഞ്ഞ 9 എന്താണ് ചെയ്തത്? UDF സർക്കാരിന്റെ സമയത്ത് 112 ഏക്കർ സ്ഥലം നിലയ്ക്കൽ ഏറ്റെടുത്ത് പകരം സ്ഥലം കമ്പംമേട്ടിൽ ഇടുക്കിയിൽ കണ്ടെടുത്ത് കൊടുത്തുകൊണ്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. അതിനപ്പുറത്തേക്ക് ശബരിമലയിൽ എന്ത് വികസനം ഉണ്ടായി? ഒപ്പം മറ്റൊരു കാര്യം പറയുന്നത്, ഈ സർക്കാരും ഒപ്പം തന്നെ ദേവസ്വം ബോർഡുമായിട്ടുണ്ടൊരു കവനന്റ് ആക്ട് ഉണ്ട്. അതായത് ഓരോ വർഷവും സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വികസനത്തിനായി 48 ലക്ഷം രൂപ വീതം സർക്കാർ ഖജനാവിൽ നിന്നും ദേവസ്വം ബോർഡ് നൽകാം എന്നുള്ളത്. അത് പിന്നീട് ആന്റണി സർക്കാർ വന്നപ്പോൾ 82 ലക്ഷം രൂപയായി ഉയർത്തി. ഈ 82 ലക്ഷം രൂപ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, കഴിഞ്ഞ 9 വർഷമായി നൽകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ആക്ഷേപം. ഈ ആക്ഷേപങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഇതിനു മറുപടി പറയുകയാണെങ്കിൽ അയ്യപ്പ സംഘവുമായി സഹകരിക്കാം എന്നൊരു നിലപാടാണ് ഇപ്പോൾ UDF സ്വീകരിച്ചിരിക്കുന്നത്. ആ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ CPM മുന്നോട്ട് വന്നിട്ടില്ല. പക്ഷേ CPM പറയുന്നത് വിശ്വാസികൾക്കൊപ്പം, അല്ലെങ്കിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് ഒപ്പം ശബരിമലയുടെ വികസനം, ആഗോളതലത്തിലുള്ള സഹായങ്ങൾ ഇതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിലേക്കൊരു രാഷ്ട്രീയത്തിന്റെ പുകമറ ആവശ്യമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് സംഗമത്തെ കളങ്കപ്പെടുത്തുവാൻ ശ്രമിക്കരുത് എന്നാണ് CPIM-ന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇതിൽ UDF പറയുന്ന ഒരു കാര്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അവരുടെ 75-ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ എന്ത്
എന്തുകൊണ്ടാണ് ഈ ദേവസ്വം മന്ത്രി ഇതിൽ ഇടപെടുകയും ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ പല കാര്യങ്ങളും പ്രഖ്യാപിക്കുകയും ചെയ്തത്? അത് തെറ്റായ നയമല്ലേ? അതിനകത്ത് രാഷ്ട്രീയം എന്തിനു വന്നു? ഇതൊക്കെയാണ് UDF മുന്നോട്ട് വയ്ക്കുക. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിച്ചാലും ഭക്തരുടെ പ്രാഥമിക ആവശ്യങ്ങൾ മുതൽ ഭക്തരുടെ ബുദ്ധിമുട്ടുകൾ വരെ മാറ്റാതെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു സംഗമവും അവിടെ വില പോകില്ല എന്നുള്ളതാണ് അവിടെ മറ്റൊരു കാര്യം. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന കേസുകളുണ്ട്. അതായത് ആ വർഷം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നാമജപ പ്രതിഷേധങ്ങൾ നടത്തിയവരുണ്ട്, നാമജപ ഘോഷയാത്ര നടത്തിയവരുണ്ട്, നാമജപ പ്രതിഷേധ യാത്ര നടത്തിയവർ പന്തളം, പത്തനംതിട്ട, അടൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ശബരിമലയിലും പമ്പയിലുമൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളുടെ പേരിലാണ് കേസ് നിലനിൽക്കുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു? അതായത് അയ്യപ്പനെയും അയ്യപ്പ ഭക്തിയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകൾക്കെതിരെ ശക്തമായ രീതിയിൽ കേസുകൾ ഉണ്ടാക്കിയിട്ട് ആ കേസുകൾ പിൻവലിക്കാതെ മറ്റൊരു അയ്യപ്പ സംഗമത്തിനു വേണ്ടി മുന്നിട്ടിറങ്ങിയതിന്റെ ആവശ്യം, അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ന്യൂനപക്ഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് വാദിച്ചെങ്കിൽ ഇത്തവണ ഭൂരിപക്ഷ സമുദായത്തോടൊപ്പം നിന്ന് വാദിച്ചുകൊണ്ട് കൂടുതൽ വോട്ട് നേടുക. മാത്രവുമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി ഈഴവ സമുദായത്തിന്റെ വോട്ട് BJPയിലേക്ക് മറിഞ്ഞു പോകുന്നു എന്നൊരു ഒരു പ്രചരണം വ്യാപകമായുണ്ട്. അത്തരത്തിൽ ആ വോട്ട് മറിയുന്നത് കൂടി മാറ്റിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നാണ് UDF നേതാക്കളും കോൺഗ്രസും പറയുന്നത്. വരും ദിവസങ്ങളിൽ ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് വലിയ തരത്തിൽ ചർച്ചയാവും. അതേസമയം മതസാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് NSSഉം SNDPയും ഒരു പരിധിവരെ ഈ അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. വരും ദിവസങ്ങളിൽ, അതായത് ഈ തിരുവോണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ നേരിട്ടെത്തി മതസാമുദായിക നേതാക്കന്മാരായ വെള്ളാപ്പള്ളി നടേശനെയും ഒപ്പം NSS ജനറൽ സെക്രട്ടറിയും നേരിൽ കണ്ട് ക്ഷണിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നു. അത്തരത്തിൽ ഒരു സാമുദായിക സംഘടനകളുടെ പിൻബലം കൂടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ഒപ്പം CPIMന്റെയും നീക്കം. ആ നീക്കം എത്ര കണ്ട് വിജയിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. കാരണം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഇവിടെ എത്തേണ്ടത്, ഇവിടെ സഹായങ്ങൾ എത്തിക്കേണ്ടത് പുറത്തു നിന്നുള്ള ഭക്തന്മാരാണ്. അത് പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരാണ്, അല്ലെങ്കിൽ ഭക്തരാണ് ശബരിമല വികസനത്തിന് വേണ്ടി കൈയയച്ച് സംഭാവനകൾ ചെയ്തിട്ടുള്ളത്, സഹായങ്ങൾ ചെയ്തിട്ടുള്ളത്, കെട്ടിടങ്ങൾ പണിതുയർത്തിയിട്ടുള്ളത്. അവരുടെ കയ്യിൽ നിന്നും തുടർന്നും ഇനി സംഭാവനകൾ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ അവിടുത്തെ സർക്കാരുകളുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാവും. അത്തരത്തിലൊരു നീക്കം ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ആ നീക്കത്തിന് എന്തുമാത്രം സർക്കാർ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ചർച്ചയാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാം. ഇതിൽ സഹായവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കോടതി ചോദിച്ച ചോദ്യം ഇതിന്റെ പ്രായോജകത്വം, അതായത് സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സ്പോൺസർഷിപ്പ് പണം ഉപയോഗിക്കാനുള്ള അധികാരമുണ്ടോ, അതിന്റെ പേരിൽ പണം പിരിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന ലണ്ടനിൽ നിന്നുള്ള, അമേരിക്കയിൽ നിന്നുള്ള, യൂറോപ്പിൽ നിന്നുള്ള എത്രയെങ്കിലും ധനാഢ്യന്മാരായിട്ടുള്ള, കോടീശ്വരന്മാരായിട്ടുള്ള വിശ്വാസികൾ, ഭക്തർ, അവർ കൂടി അതിൽ ഉൾപ്പെടും. അവരോട് സംസ്ഥാന സർക്കാർ സംസാരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ സംസാരിക്കുന്നു. ശബരിമലയെ സംബന്ധിച്ചിട്ട് നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട വികസനത്തിന്റെ കാര്യത്തിൽ അവിടേക്ക് വിമാനത്തിൽ, ഹെലികോപ്റ്ററുകളിലേക്ക് ഭക്തർക്ക് വരാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയാമെന്ന് ആലോചിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നിക്ഷേപത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ആ നിക്ഷേപം സുതാര്യമായ രീതിയിൽ എങ്ങനെ വിനിയോഗിക്കാമെന്നതിന് ഭക്തരുടെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കുന്നു. ആ രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് വന്നാൽ അതിന് വലിയ മാനങ്ങൾ വരും. അതൊരു പ്രധാനപ്പെട്ട തലമായിട്ട് വരും. ഇവിടെ സംഘപരിവാർ ഇതിന് ബദലായിട്ട് പന്തളത്ത് ഒരു സംഗമം നടത്താൻ തീരുമാനിച്ചു. എൻ്റെ ഒരു സംശയം, സ്വാഭാവികമായിട്ട് ഇപ്പോൾ UDFനെ സംബന്ധിച്ചിട്ട് ഈ ഒരു ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, അത് കഴിഞ്ഞിട്ട് ബാക്കിയാവാം എന്ന് പറഞ്ഞാൽ തന്നെയും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ട് ശരി, ആ ഉത്തരങ്ങൾ കിട്ടി, തൃപ്തരാണ്, അങ്ങനെ പറയാൻ പോകുന്നില്ല. എന്തായാലും ഒരു കാരണവശാലും പ്രതിപക്ഷം അങ്ങനെ പറയാൻ പോകുന്നില്ല. ഇനി ഉത്തരങ്ങൾ നൽകി എന്ന് തന്നെ കരുതുക. ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ വാദങ്ങൾക്ക് കീഴടങ്ങലാവും. അപ്പോൾ അവസാനം അറ്റകൈക്ക് UDFും ഒരു അന്തർദേശീയ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ പ്രാസം പൂർണ്ണമായിട്ടും ശരിയാവുന്നില്ല. ആ എന്ന ദീർഘവും പിന്നെ അയ്യപ്പ എന്നതിൻ്റെ ചുരുക്കവുമാണ്. എന്നാൽ അന്തർദേശീയ അയ്യപ്പ സംഗമം UDF നടത്തുകയാണെങ്കിൽ ആ
അന്തർദേശീയ അയ്യപ്പ സംഗമത്തിലും NSSും പങ്കെടുക്കും, SNDPയും പങ്കെടുക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ സംഘപരിവാറിന് പിറകെ UDFും ഒരു അയ്യപ്പ സംഗമം, അന്തർദേശീയ അയ്യപ്പ സംഗമം എന്നോ മറ്റേതെങ്കിലും ആലങ്കാരികമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിട്ടുള്ള പേരിൽ ഒരു സംഗമം നടത്തുകയാണെങ്കിൽ ഇപ്പോഴത്തെ LDF അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് നിർവീര്യമാക്കാൻ കഴിയുമെന്ന് ഒരു പക്ഷേ ആലോചന വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. UDF യോഗത്തിൽ അങ്ങനെ ചിലരെങ്കിലും നിർദ്ദേശം വെച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ലേ? ഇതിനകത്ത് UDFിനകത്ത് ഏകകണ്ഠമായി എടുത്ത തീരുമാനം ഒരിക്കൽ പോലും അയ്യപ്പ ഭക്തർക്ക് വിദ്വേഷമുണ്ടാകുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് UDFിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു, അത് ദോഷം ചെയ്യും എന്ന് തന്നെയാണ് അവർ വ്യക്തമായി പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്ന് UDFിലെ ചില ഘടകകക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. അവർ സഹകരിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. പക്ഷേ ഇതൊരു മുതലെടുപ്പ് മാത്രം കാണാൻ അത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കഴിഞ്ഞ 9 വർഷങ്ങളിലായി അയ്യപ്പ ഭക്തർക്ക് കാര്യമായ ഒന്നും ചെയ്തിട്ടില്ല. യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആചാരങ്ങളെ ലംഘിക്കുന്ന കാര്യത്തിലൊക്കെ ഒപ്പം നിന്ന നിലപാടാണ് പലപ്പോഴും ഈ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാൻ, ആചാരങ്ങളെ സംരക്ഷിക്കുവാൻ തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് UDF മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ അതിന് ഒരിക്കൽ പോലും കൃത്യമായ ഒരു മറുപടി നൽകാൻ CPIMന് കഴിയില്ല. കാരണം ഈ വിശ്വാസികൾക്കൊപ്പം എന്ന് പറയുമ്പോഴും ഈ നവോത്ഥാന മതിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സജ്ജമാക്കിയ ഒരു സമിതി ഉണ്ടായിരുന്നു, നവോത്ഥാന സമിതി. ആ സമിതിയിൽ വെള്ളാപ്പള്ളി നടേശനും പുന്നല ശ്രീകുമാറും അടക്കമുള്ള നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു സമിതി സംഘടിപ്പിച്ചത്. ആ സമിതിയിലെ പുന്നല ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് യുവതീ പ്രവേശനം അനിവാര്യമാണ്, അതിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകരുത് എന്ന് പുന്നല ശ്രീകുമാർ ഉൾപ്പെടെ നേതാക്കൾ പറയുന്നു. ഈ നവോത്ഥാന സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നേതാക്കന്മാർ, ഒന്ന് വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി മറ്റൊരു വാക്ക് പറഞ്ഞിരിക്കുന്നു, ഇവിടെ UDFിലെ ഘടകകക്ഷികൾക്ക് എന്ത് കാര്യം. അവിടെയാണ് ഒരു വർഗീയതയുടെ ചെറിയ ഒരു പത ഉയർത്തു വന്നിരിക്കുന്നത്. അത് കേരള കോൺഗ്രസും ലീഗിനും അല്ലേ എന്നൊരു തരത്തിൽ. അപ്പോൾ അത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശനാൽ കഴിയുന്ന കാര്യങ്ങൾ ചില വിവേചന ബുദ്ധിയോടുകൂടിയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നടത്തുന്ന നീക്കങ്ങൾ, അതിനെയൊക്കെ വലിയ തരത്തിൽ UDFിന്റെ യോഗത്തിൽ, അത് ഓൺലൈനായി ചേർന്ന യോഗത്തിൽ വലിയ തരത്തിൽ പരാമർശമുണ്ടായി. എന്നിട്ടും ആ സമയത്തും നേതാക്കന്മാർ പറഞ്ഞത് സാമുദായിക നേതാക്കന്മാരെ തൽക്കാലം പിണക്കണ്ട, ഒപ്പം നിർത്തുക, മറുപടി പറയണ്ട എന്നായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നൊക്കെ പല പരാമർശങ്ങൾ ഉയർന്നു വന്നിട്ടും ഒരു വളരെ കൃത്യമായി അതിന് മറുപടി പറയാതെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ കോൺഗ്രസ് നിലപാടുകൾ സ്വീകരിക്കും. ഒരു പരിധിവരെ പിന്തുണ മനസ്സുകൊണ്ടുണ്ടെങ്കിലും, പക്ഷേ കായികപരമായോ ആരോഗ്യപരമായോ ഒക്കെ അതിന്റെ പിന്തുണ എത്ര കണ്ടു ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയുള്ള ചില പരിപാടികൾ എങ്ങനെ സംഘടിപ്പിക്കണം, അതേതൊക്കെ തരത്തിൽ വേണം എന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ചകൾ കോൺഗ്രസിനകത്ത് തുടങ്ങിയിരിക്കുന്നു. കാരണം കർണാടകയിലായാലും തമിഴ്നാട്ടിലായാലും ഒക്കെ തന്നെ കോൺഗ്രസിന് വലിയ തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകളുണ്ട്, നേതാക്കന്മാരുണ്ട്. അത്തരത്തിൽ ആ നേതാക്കന്മാരുടെ പിന്തുണ കൂടി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് കോൺഗ്രസ് അകത്ത് തന്നെ ചില ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. MS. ശരി, ആഗോള അയ്യപ്പ സംഗമത്തെ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ 3 മുന്നണികളും ഏതൊക്കെ രീതിയിലാണ് സമീപിക്കാൻ പോകുന്നതെന്നും ഇനിയുള്ള ദിവസങ്ങളിൽ ഏതൊക്കെയായിരിക്കും അവരുടെ അജണ്ട എന്നും വ്യക്തമാക്കുകയായിരുന്നു ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് D. ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന്.